ഗ്രാമീണ മേഖലയിലുള്ള റോഡുകൾ ഗതാഗതയോഗ്യമാക്കിയെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കടമാക്കുഴി കോക്കാട്ടുമല ലഘുപാറ റോഡിന്റെ പൂർത്തീകരിച്ച ഭാഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നല്ല റോഡുകൾ നാടിന്റെ സൗന്ദര്യമാണ്. മലയോര ഹൈവേയുടെ പുളിയൻമല വരെയുള്ള ഭാഗം പണിയുന്നതിനായി 44 കോടി രൂപ അനുവദിച്ചു. ഈ ബജറ്റിൽ പ്രഖ്യാപിച്ച കട്ടപ്പന-കമ്പം തുരങ്കപാത നാടിന്റെ വികസനത്തിൽ ശ്രദ്ധേയമായ നേട്ടമാകും. കട്ടപ്പന മേഖലയിലെ പ്രധാനപ്പെട്ട വിഷയമായിരുന്ന ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകാനും നിർമ്മാണ നിരോധനം മാറ്റാനും തീരുമാനിച്ചു. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി കിട്ടിയ ഭൂമിയിൽ ലാൻഡ് രജിസ്ട്രിയിൽ എന്തുതന്നെ രേഖപ്പെടുത്തിയാലും അത് കണക്കിലെടുക്കാതെ പട്ടയം കൊടുക്കാനുള്ള നിർദ്ദേശവും നൽകാൻ കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ നാട്ടിലെ രണ്ട് പ്രധാനപ്പെട്ട വിഷയം, ഒന്ന് കട്ടപ്പന മേഖലയിലുള്ള ഷോപ്പ് സൈറ്റുകളുടെ പട്ടയം സംബന്ധിച്ച് ആ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം കൊടുക്കുന്നതിനുള്ള തടസ്സങ്ങൾ മുനിസിപ്പാലിറ്റി പരിധിയിലുള്ളതും റീസർവേ രേഖകൾ തയ്യാറാക്കിയപ്പോൾ മൈനർ സർക്യൂട്ടായി സർവേ ചെയ്ത് ടൗൺഷിപ്പ് എന്ന് രേഖപ്പെടുത്തിയതുമായ പ്രദേശത്ത് പട്ടയം കൊടുക്കുന്നതിന് അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ഇന്നലെ നമുക്ക് ഇറക്കാനായിട്ട് കഴിഞ്ഞു. അത് ഏറെക്കാലമായ കട്ടപ്പനയുടെ ഒരു പ്രശ്നം പരിഹരിക്കലാണ് നടത്താൻ സാധിച്ചിട്ടുള്ളത്. CM LRRP പദ്ധതിയിൽ ഉൾപ്പെടുത്തി 30 ലക്ഷം രൂപ മുടക്കി നിർമ്മാണം നടത്തിയ റോഡാണ് കടമാക്കുഴി കോക്കാട്ടുമല ലഘുപാറ റോഡ്. റോഡിന്റെ ബാക്കി ഭാഗം പൂർത്തീകരിക്കാൻ 20 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. കട്ടപ്പന നഗരസഭാ കൗൺസിലർമാരായ രജി ബിജു, CR മുരളി, ഷാജി കൂത്തോടി, VR സജി, വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, കട്ടപ്പന.